അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, സഹോദരികളെ, നമുക്കിന്ന് പഠിക്കാനുള്ളത് സൂറത്ത് അൽ ബയ്യിന, ലം യകുനി എന്ന് പറയാറുള്ള സൂറത്താണ്. 98-ാമത്തെ അധ്യായം. വേദക്കാരെ പറ്റിയാണ് ഈ സൂറത്ത് കാര്യമായി പരാമർശിക്കുന്നത്. വേദക്കാർ എന്ന് പറഞ്ഞാൽ തൗറാത്ത്, ഇഞ്ചീൽ എന്നീ 2 വേദം നൽകപ്പെട്ട യഹൂദു നസാറാക്കൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അവതരിപ്പിക്കുമ്പോഴും ഖുർആനുമായി അദ്ദേഹം പ്രബോധന രംഗത്ത് ഇറങ്ങിത്തിരിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ സംബോധിതരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രമുഖരായ 2 മതവിഭാഗമാണ് യഹൂദുകളും നസാറാക്കളും. മദീനയിൽ യഹൂദുകൾ ധാരാളമുണ്ടായിരുന്നു, നസാറാക്കൾ പരിസര നാടുകളിലുണ്ടായിരുന്നു. മറ്റൊന്ന്, നേർക്കുനേരെ വേദഗ്രന്ഥമോ പ്രവാചക വചനങ്ങൾ ജീവിതത്തിൽ കൃത്യമായി പാലിക്കുന്ന അവസ്ഥയോ ഇല്ലെങ്കിൽ പോലും പ്രവാചകന്മാരുടെ അനുയായികളായി അഭിമാനിക്കുകയും അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തിരുന്ന മുശ്രിക്കീങ്ങളെയാണ് മക്കത്ത് നബി അഭിമുഖീകരിച്ചത്. ഈ 3 വിഭാഗത്തെയും അഭിമുഖീകരിച്ചുകൊണ്ടാണ്, പരാമർശിച്ചുകൊണ്ടാണ് ഈ സൂറത്ത്. യഹൂദ നസാറാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേദഗ്രന്ഥങ്ങളിൽ അവരുടെ പ്രവാചകന്മാരുടെ അനുയായികൾ മുഖേന അവർക്ക് ലഭിച്ച സന്ദേശങ്ങളിലൊക്കെ തന്നെ അവസാനത്തെ പ്രവാചകൻ വരുന്നുണ്ട് എന്ന് അവർക്ക് പ്രവചനം നൽകപ്പെടുകയും അതവർ വിശ്വസിക്കുകയും ആ അന്ത്യപ്രവാചകനെ കാത്തിരിക്കുകയും ചെയ്തിരുന്നു അവർ. അത് അവരുടെ ചരിത്രമാണ്. പക്ഷേ ആ പ്രവാചകൻ വന്നു കഴിഞ്ഞപ്പോൾ അവർ അദ്ദേഹത്തെ നിരാകരിച്ചു, പല കാരണങ്ങളാലും. അത് ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ഇസ്ഹാക്കിൻ്റെ മക്കളിൽപ്പെട്ടവനല്ല, അല്ലെങ്കിൽ ഇസ്ഹാക്കിൻ്റെ മകൻ യാക്കൂബ് എന്ന ഇസ്രായേലിൻ്റെ സന്തതികളിൽപ്പെട്ടവനല്ല പുതിയ പ്രവാചകൻ എന്നതാണ് നിരാകരിക്കാനുള്ളൊരു കാരണം. മറ്റൊന്ന്, കാലങ്ങളായി വേദഗ്രന്ഥത്തെ മൂടിവെച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന പൗരോഹിത്യത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുറന്നു കാണിക്കുകയും ഈസാ നബിയുടെയും മൂസാ നബിയുടെയും വേദഗ്രന്ഥങ്ങളിലെ യഥാർത്ഥ സത്യാവസ്ഥ വെളിപ്പെടുത്തുകയും അതിൻ്റെ തുടർച്ച തന്നെയാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോഴുണ്ടായിരുന്ന അങ്കലാപ്പ് കൂടി പ്രവാചകനോട് വിരോധം പുലർത്താൻ അവർക്ക് കാരണമായി. ആ പശ്ചാത്തലത്തിലാണ് ഈ ആയത്ത്, ഈ സൂറത്ത് വരുന്നത്. നമുക്ക് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീൻ മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീൻ. അഹ്ലു കിതാബുകളിൽപ്പെട്ട, അഹ്ലു കിതാബുകൾ എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ ആളുകൾ, തൗറാത്ത് ഇഞ്ചീലിൻ്റെ അനുയായികളായ യഹൂദു നസാറ സമൂഹം. ആ യഹൂദു നസാറ സമൂഹത്തിൽ 2 വിഭാഗമുണ്ടായിരുന്നു. യഥാർത്ഥ വിശ്വാസികളായി ആ പ്രവാചകന്മാരുടെ സന്ദേശം ഉൾക്കൊണ്ടവർ. മറ്റൊന്ന്, പ്രവാചകന്മാരുടെ അനുയായികളായി അവകാശപ്പെടുകയും ആ പ്രവാചകനിലും വേദഗ്രന്ഥങ്ങളിലും കൃത്യമായി വിശ്വസിക്കാതെ ജീവിക്കുകയും ചെയ്തവരുണ്ടായിരുന്നു. ആ അഹ്ലു കിതാബികളിലെ വിശ്വസിക്കാത്ത അവിശ്വാസികളായ ആളുകൾ വൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളായിട്ടുള്ള ബൗദ്ധൈവാരാധകരും മുൻഫക്കീന, അവർ വേറിട്ടു പോരുന്നവരായിരുന്നില്ല. ഹത്താ തഅതിയഹുമുൽ ബയ്യിന, അവർക്ക് വ്യക്തമായ രേഖകൾ കിട്ടുന്നത് വരെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനുമായുള്ള അൽ ബയ്യിന എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. ഖുർആൻ എന്ന വ്യക്തമായ രേഖയുമായി വരുന്നത് വരെ യഹൂദുകളും നസാറാക്കളും ആവട്ടെ, മക്കയിലും പരിസരത്തുമുണ്ടായിരുന്ന മുശ്രിക്കുകളാവട്ടെ, അവരുടെ വേദത്തിലും അവരുടെ മതങ്ങളിലും ആദർശത്തിലുമായിരുന്നു അവർ ഉറച്ചു നിന്നത്. ഈ പ്രവാചകൻ വരുന്നത് വരെ അതിൽ നിന്ന് അവർ വേറിട്ട് നിന്നില്ല, മാറിപ്പോയില്ല. ആ പ്രവാചകൻ വന്നപ്പോഴോ നല്ലൊരു വിഭാഗം മുശ്രിക്കുകളിൽ നിന്നും നല്ലൊരു വിഭാഗം യഹൂദ നസാറാക്കളിൽ നിന്നും അവരുടെ പഴയ അവിശ്വാസത്തെ, കുഫറിനെ മാറ്റി വിശ്വാസത്തിലേക്ക് വന്നു. അതാണ് പറയുന്നത്, ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന മുൻഫക്കീന
അവർ അവിശ്വാസത്തിൽ നിന്ന് വേറിട്ട് നിന്നിരുന്നില്ല ഹത്താ തഅ്തിയഹുമുൽ ബയ്യിന, ഈ ബയ്യിനത്താകുന്ന വ്യക്തമായ രേഖ വരുന്നത് വരെ. അതായത് എന്താണ് ബയ്യിനത്ത്? റസൂലും മിനല്ലാഹ്, അള്ളാഹുവിങ്കൽ നിന്നുള്ള ഒരു ദൂതൻ, യത്ലൂ സുഹുഫം മുതഹറ, വിശുദ്ധമായ ഒരു വേദഗ്രന്ഥത്തെ അദ്ദേഹം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു, അതായത് ഖുർആനിനെ. ഫീഹാ കുതുബുൻ ഖയ്യിമ, അതിൽ വക്രതയില്ലാത്ത രേഖകളുണ്ട്, ഒരുപാട് രേഖകൾ, മുൻകഴിഞ്ഞ പ്രവാചകന്മാർ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടുള്ള രേഖകൾ ഉള്ള ഒരു കൃത്യമായ ഒരു സുഹുഫും മുതഹറ, വിശുദ്ധമായ ഒരു പത്രിക, അതായത് ഖുർആൻ. അത് ഓതിക്കൊണ്ട് പ്രവാചകൻ വരുന്നത് വരെ അവർ അവരുടെ അന്ധമായ നിഷേധപരമായ ജീവിതത്തിൽ നിന്ന് വേറിട്ട് നിന്നില്ല. ആ പ്രവാചകൻ വന്നപ്പോൾ കുറേ പേര് വേറിട്ട് നിന്നു, കുറേ പേർ വിശ്വാസികളായി മാറി, കുറേ പേരോ വേറിട്ട് നിൽക്കാതെ പഴയതിൽ തന്നെ ഉറച്ചു നിന്നു. അതാ പറയുന്നത്, വമാ തഫറഖല്ലദീന ഊത്തുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ ഭിന്നിച്ചില്ല, ഇല്ലാ മിൻ ബഅദി മാ ജാഅതുഹുമുൽ ബയ്യിന, അവർക്ക് വ്യക്തമായ രേഖകൾ വന്നിട്ടല്ലാതെ. അപ്പോൾ അറിവില്ലാത്തത് കൊണ്ടോ പരമ്പരാഗതമായി വിശ്വസിച്ച് വന്നത് ശരിയാണെന്ന ധാരണ നിമിത്തമോ അല്ല. മുശ്രിക്കുകളാവട്ടെ യഹൂദ നസറാക്കളാവട്ടെ അവരുടെ മതത്തിലോ തിന്മയിലും ഉറച്ചു നിന്നത് മുഹമ്മദ് നബി വന്നപ്പോൾ അവർക്ക് കൃത്യമായി ബോധ്യമായി ഇതാണ് യഥാർത്ഥ പ്രവാചകനെന്ന്. പക്ഷേ ഒമാ തഫറഖല്ലദീന ഊത്തുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ ഭിന്നിച്ചില്ല, ഇല്ലാ മിൻ ബഅദി മാ ജാഅതുഹുമുൽ ബയ്യിന, വ്യക്തമായ രേഖ അവർക്ക് വന്നു കിട്ടിയതിൻ്റെ ശേഷമല്ലാതെ. ആ രേഖ വന്നപ്പോൾ ആ രേഖയെ അവർ തള്ളി അവരുടെ പഴയ തിന്മയിൽ അവർ ഉറച്ചു നിന്നു എന്നതാണ് വാസ്തവം എന്ന് ഖുർആനിൻ്റെ സംബോധിതരായ യഹൂദ നസാറാക്കളുടെയും മുശ്രിക്കുകളുടെയും മാനസികമായ അവസ്ഥയെപ്പറ്റി അല്ലാഹു തആല കൃത്യമായി വിവരിക്കുകയാണ് ഈ സൂറത്തിൻ്റെ ഇത്രയും ആയത്തുകളിൽ. അതിൻ്റെ ബാക്കി ഇനിയും നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്.